ഞാൻ പോവാ. എന്താ മോളെ ആന്റി ഇതേ കണ്ടില്ലേ? ഞാൻ അറിയാതെ ഇയാൾ എന്റെ റൂമിൽ കയറി വാഷ്റൂം യൂസ് ചെയ്തിരിക്കുന്നു. ആന്റി ഇത് ശരിയാവില്ല. എനിക്ക് പിന്നെ വാഷ്റൂമിൽ പോകണ്ട ആന്റി. ഇവളുടെ വാഷ്റൂമിലല്ലാതെ ഞാൻ പിന്നെ ആരുടെ വാഷ്റൂമിലാണ് പോകേണ്ടത്? അതൊന്നും എനിക്ക് അറിയണ്ട സുനിലെ. ഇനി മേലല്ല എന്റെ വാഷ്റൂമിൽ കയറരുത്. അയ്യോ, എന്റെ വാച്ച് എടുക്കാൻ മറന്നു. ഞാൻ എടുത്തിട്ട് വരാം. താൻ പുറത്തിറങ്ങി. എന്താ എന്തൊക്കെ ഇവിടെ നടക്കുന്നത്? എനിക്കൊന്നും എന്നോട് ചോദിച്ച ഞാനിത് പറയാനാ. തന്റെ വാച്ച് പോയിറങ്ങി. എന്ത് ക്രൂരത മനസ്സേത്. ഞാൻ പിന്നെ ആരുടെ റൂമിലാണ് പോകേണ്ടത്? ആന്റെ റൂമിൽ പോകാൻ പറ്റുമോ? സൂര്യയുടെ റൂമിൽ പോകാൻ പറ്റുമോ? നിന്റെ അച്ഛന്റെ ബാത്റൂമിൽ പോവാൻ പറ്റുമോ? പിന്നെ നിനക്ക് ഒന്ന് രണ്ട് സാധിക്കാൻ പാടില്ലേ ഞാൻ ബാത്റൂം പണിഞ്ഞിട്ടിരിക്കുന്നത്? ഓ, പിന്നെ ഞാൻ എവിടെ പോവാനാ? നിങ്ങൾ എല്ലാരും കൂടി ഒരു തീരുമാനം എടുത്തിട്ട് പറ. അതെ, നീ വല്ല പറമ്പിലോ വരമ്പത്ത് പോയി കുത്തിയിടാ. പോടാ. നാറ്റിക്കരുത്. അയ്യേ, പുറത്തൊരു വാഷ്റൂം ഉണ്ട്. താൻ അവിടെ പോയാൽ മതി. ഓ, അതാവുമ്പോ ഇയാൾ ആരും ശല്യം ചെയ്യാൻ വരില്ല. ഓ വേണ്ട. എടാ, ഇയാൾ എന്തായി കാണിക്കുന്നു? ഇറങ്ങടോ, ഇറങ്ങടോ എന്റെ മുറിന്ന്. ഇറങ്ങി പോയിറങ്ങി. ഇറങ്ങി പോവാൻ. ഇറങ്ങി പൊയ്ക്കോണം. സൂര്യ, ഞാൻ കേറിയത് അല്ല ഭാവന, ഞാൻ അത് ആന്റി അത് അങ്കിളെ എവിടെയും പോയി സാധിക്കണം. അല്ല, നിന്നോട് ഒരു പ്രാവശ്യം ഞാൻ പറഞ്ഞ നിനക്ക് ഒന്ന് രണ്ട് സാധിക്കാൻ സ്ഥലമില്ലെങ്കിൽ നീ കൊണ്ടു കിടക്കണം. വൃത്തി കേട്ടവനെ. ഇതിന് നിന്നോട് ഞാൻ പകരം ചോദിച്ചില്ലെങ്കിൽ എടാ, നിനക്കിത് അത്യാവശ്യം തന്നെ. നീ ഞങ്ങളുടെ മോളെ കുറെ നാറ്റിച്ചതല്ലേ? ഇപ്പൊ ഞങ്ങൾക്ക് മനസ്സിലായി നീ പറയുന്നത് എല്ലാം കള്ളവാണെന്ന്. നീ മാക്സിമം നാണം കിട്ടിയില്ലടാ. എടാ, അല്പമെങ്കിലും നാണം ഉണ്ടെങ്കിലേ നേരം വിളിക്കുന്നതിന് മുമ്പ് നീ സ്ഥലം വിട്ടണം. കേട്ടോടാ? ഞാൻ പോവില്ല. ആ ഡോക്ടറുടെ സംസാരം കേട്ടിട്ട് അവരെ വിശ്വസിക്കാൻ പറ്റില്ല ഭാവന. ആരോ പറഞ്ഞു പഠിപ്പിച്ചതുപോലെ അവര് സംസാരിക്കുന്നത്. കാശിനു വേണ്ടി സ്വന്തം തൊഴിലില് കള്ളം കാണിക്കുന്നവരെയൊന്നും ജീവിതത്തിൽ വിശ്വസിക്കാൻ പാടില്ല എന്ന് പറയുന്നത് എത്ര ശരിയാ സൂര്യ? സത്യം പറഞ്ഞാൽ നമ്മുടെ അനുവാദം ഇല്ലാതെ അവർ ഓരോന്ന് ചെയ്യുന്നത് തന്നെ തെറ്റാണ്. എന്റെ അറിവില് ആ ഡോക്ടർ നല്ല ഡോക്ടറായിരുന്നു സൂര്യ. പിന്നെന്താ ഇങ്ങനെയായി പോയെന്ന് മനസ്സിലാവാത്തെ? എവിടെയും പണമാണല്ലോ ഭാവന പ്രധാനം. കേട്ടിട്ടില്ലേ, പണമെന്ന് കേട്ടാൽ പിണവും വാതുറക്കുമെന്ന. അതൊന്നും ഒരു വെറുമ്പാക്കായിട്ട് കാണണ്ട. സൂര്യ നോക്കിക്കോ, നമ്മൾ അവിടെ പോയത് കൃത്യമായിട്ടും അറിയേണ്ടവരെ അറിഞ്ഞിട്ടുണ്ടാവും. എത്ര ഒളിച്ചു വെച്ചാലും ആരൊക്കെ കളിച്ചാലും കുഞ്ഞിനെ DNA ടെസ്റ്റ് വരെയല്ലേ പിടിച്ചു നിൽക്കാൻ പറ്റൂ. അപ്പൊ നമുക്ക് നോക്കാം. ഇവിടെ ഇപ്പൊ ആരാ ശരിക്കും കബളിപ്പിക്കപ്പെട്ടിരിക്കുന്നെന്ന് പോലും DNA ടെസ്റ്റ് കഴിഞ്ഞാൽ അറിയാൻ പറ്റൂ ഭാവന. അതെങ്ങനെ? നമ്മൾ പറ്റിക്കപ്പെട്ടിരിക്കുകയാണെന്നാണല്ലോ അവരുടെയൊക്കെ ധാരണ. അതെ, അങ്ങനെ തന്നെയാണല്ലോ ഇപ്പൊ സംഭവിച്ചിരിക്കുന്നതും. ആന്റിയും മാനസയും കൂടിയാ അതിവിദഗ്ധമായിട്ട് നമ്മളെ പറ്റിച്ചിരിക്കുന്നത്. അമ്മയുടെ വിശ്വാസം മാത്രം അത്. ചിലപ്പോൾ സംഭവിക്കാൻ പോകുന്നത് തിരിച്ചായിരിക്കും. മാനസയും സുനിലും കൂടെ ചേർന്ന് അമ്മയെ തിരിച്ച് കബളിപ്പിക്കുകയാണെങ്കിലോ? സുനിൽ ശർമ്മയുടെ പേര് നമ്മൾ പറഞ്ഞപ്പോ ഡോക്ടറുടെ മുഖം താൻ ശ്രദ്ധിച്ചോ? ശ്രദ്ധിച്ചു സൂര്യ. അവര് പെട്ടെന്നൊന്ന് വല്ലാണ്ടായി. എനിക്ക് തോന്നുന്നു സംസാരം അവിടെ ബ്രേക്കായി അല്ലേ? അതെ ഭാവന, ഇവിടെ അങ്ങനെ നമുക്ക് ചിന്തിക്കാം. സുനിലിനെ പറ്റി ഒരു വിവരവും അറിയില്ല എന്ന് പറഞ്ഞ മാനസ ഇപ്പൊ സത്യം പറഞ്ഞില്ലേ? എത്രയോ പ്രാവശ്യം മാനസയെ കാണാൻ വേണ്ടി മാത്രം സുനിൽ ഈ നാട്ടിലേക്ക് വന്നിട്ടില്ലേ? ഇപ്പൊ ഇവിടെ സുനിലും മാനസയും കൂടെ ചേർന്ന് നമ്മളെ എല്ലാവരെയും ഒരുപോലെ കബളിപ്പിച്ചതായിക്കൂടെ? അങ്ങനെയും സംഭവിക്കാം സൂര്യ. അങ്ങനെ സംശയിക്കാനുള്ള കാരണങ്ങളാണല്ലോ ഇപ്പൊ ഈ വീട്ടില് നമ്മുടെ മുമ്പിൽ നടക്കുന്നത്. അങ്ങനെയാണെങ്കിൽ സുനിലിന്റെ കയ്യിൽ നിന്ന് നല്ലൊരു തുക ഡോക്ടർ വാങ്ങിയിട്ടുണ്ടാവും. സത്യത്തിൽ ഡോക്ടർ എന്ന പ്രൊഫഷന് തന്നെ അവര് നാണക്കേടാ. നല്ലവനെ കൊള്ളരുതാത്തവനാക്കുന്നതും കൊള്ളരുതാത്തവനെ നല്ലവനാക്കുന്നതും പണം തന്നെയാ ഭാവന. ഈ ഡോക്ടർക്ക് സിറ്റിയിൽ തന്നെ 3 വീടുകളുണ്ടെന്ന് നമ്മൾ അറിഞ്ഞില്ലേ?
അതിനുള്ള കാശൊന്നും ആകാശത്തുനിന്ന് പൊട്ടി വീണായിരിക്കില്ലല്ലോ. അതെ സൂര്യ, അത് തന്നെയാ സത്യം. ഇവരൊക്കെ മനുഷ്യന്റെ മാംസം വിറ്റ് ജീവിക്കുന്ന നികൃഷ്ട ജീവികളാ. മെഡിക്കൽ എത്തിക്സിന് തന്നെ നാണക്കേടാ ഇവരൊക്കെ. പക്ഷെ സമൂഹത്തിൽ ഇവർക്കുള്ള സ്ഥാനം മറ്റാർക്കും ഇല്ലല്ലോ ഭാവന. ഒരു ശരാശരി ഡോക്ടർക്ക് പ്രതിമാസം കിട്ടുന്ന വേതനം ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഈ ഡോക്ടേഴ്സ് ഒന്നും നേരായ വഴിയിലൂടെയല്ല പണം സമ്പാദിക്കുന്നതെന്ന്. നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായി പോയില്ലേ സൂര്യ? അല്ലെങ്കിൽ ആ ഡോക്ടറെ നമുക്ക് അഴി എണ്ണിക്കാമായിരുന്നു. ഇവർക്കൊന്നും എന്നും ഇങ്ങനെ ജനങ്ങളെ പറ്റിച്ച് ജീവിക്കാൻ പറ്റില്ല ഭാവന. ഏതെങ്കിലും ഒരു കേസിൽ അബദ്ധം പറ്റും, അന്ന് പിടി വീഴുകയും ചെയ്യും. എന്തായാലും നമ്മൾ സംശയിക്കുന്ന പോലെ നമ്മളെ അവർ ചതിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ തന്നെ നേരിട്ട് അവർക്കൊരു പണിഷ്മെന്റ് കൊടുക്കും. താൻ കണ്ടോ? അർച്ചന, ഇടീ മാനസേ,